ഇന്ന് നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് രാമായണ കഥയാണ്. ദശരഥ മഹാരാജാവിനും കൗസല്യയ്ക്കും അങ്ങനെ സൂര്യവംശത്തിൽ രാമൻ എന്ന പുത്രൻ ജനിച്ചു. വളരെ തേജസ്വിയും സുന്ദരനുമായ അവൻ വളരാൻ തുടങ്ങി. അങ്ങനെ സുന്ദരനും സുമുഖനുമായ യുവാവായി രാമൻ വളർന്നു. വിവാഹപ്രായമെത്തിയപ്പോഴേക്കും ശിവധനുസ് ഖണ്ഡിച്ച് സീതാദേവിയെ സ്വന്തമാക്കി. എല്ലാ അമ്മമാരുടെയും പ്രിയപുത്രനായിരുന്നിട്ടും മന്ദരയുടെ ഉപദേശപ്രകാരം കൈകേയി ദേവിക്ക് രാമനോട് വിദ്വേഷമുണ്ടാകുന്നു. അതിൻ്റെ ഫലമായി രാമനെയും സീതയെയും 14 വർഷത്തേക്ക് വനവാസത്തിനയക്കുകയും പകരം ഭരതനെ രാജാവാക്കണമെന്നും കൈകേയി ആവശ്യപ്പെടുന്നു. മറ്റൊരു സത്യമെന്തെന്നാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ. അദ്ദേഹത്തിൻ്റെ അവതാര ഉദ്ദേശം എന്നത് രാവണനെ വധിക്കുക എന്നതാണ്. വനവാസകാലത്തിനിടയിൽ സീതാദേവിയെ രാക്ഷസനായ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നു. ഇതേ തുടർന്ന് ലക്ഷ്മണനും രാമനും സീതാദേവിയെ അന്വേഷിച്ചിറങ്ങുകയും ഇടയിൽ വെച്ച് വാനരപ്പടയെ കാണുകയും ചെയ്യുന്നു. മഹാശ്രീരാമ ഭക്തനായ ഹനുമാനെ അവിടെ വെച്ച് രാമൻ കാണുകയും ചെയ്യുന്നു. സുഗ്രീവ മഹാരാജാവിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് രാമൻ പറയുകയും വാനരപ്പട ശ്രീരാമനോടൊപ്പം ചേരുകയും ചെയ്തു. ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയ സീതാദേവിയാകട്ടെ അശോകവനിയിൽ തപസ്യയായി തുടർന്നു. ശ്രീരാമൻ അവിടെ എത്തുകയും രാക്ഷസനായ രാവണനെ വധിക്കുകയും ചെയ്തു. തുടർന്ന് വിജയശ്രീലാളിതരായി അവർ അവിടെ നിന്നും അയോധ്യയിലേക്ക് തിരിച്ചു. ഇത് ഇത്രയും ലളിതമായി അവതരിപ്പിച്ചത് എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിയാണ്. രാമായണ കഥയെക്കുറിച്ച് ഒരു ചെറിയ അറിവ് നിങ്ങളിൽ എത്തട്ടെ എന്ന് കരുതി. രാമായണം ഒരു മഹത്തായ ഇതിഹാസ ഗ്രന്ഥമാണ്. ആയതിനാൽ തന്നെ വളരെ ദൈർഘ്യമേറിയതുമാണ്. ഇതിൻ്റെ ഓരോ ഏടുകളായി പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം വേണ്ടിവരും.